ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ കണ്ണൻ ബേബിയുടെ ചോറൂണും കണ്ണൻ ബേബിയുടെ ബർത്ത്ഡേ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗുരുവായൂർ വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ. ഗായ്സ്, ഞങ്ങളിത് ഇന്നലെ ഗുരുവായൂർ പോകാൻ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഇന്നാണ് ഇറങ്ങുന്നത്. മരുന്ന് എടുത്തിനല്ലോ അല്ല അയ്യോ ഞാൻ ഫ്രണ്ടിലാണ്ടിരുന്നു. എന്താ വെച്ചിരിക്കാൻ പ്ലാൻ ചെയ്യാനല്ലോ. ഇപ്പൊ ഒരു ഹമ്പ് വരും. എവിടെ ജിമ്പ് ചേച്ചി? എവിടെ ജിമ്പ്? നോക്ക്, അച്ഛമ്മടെ മടിയിലാണോ? എന്റെ മുഖം ഇങ്ങനെ നോക്കട്ടെ. അച്ഛമ്മടെ കാല് ഒടിയുണ്ട്. സങ്കടം. കാതാണോ? ഒരു കറുപ്പാണോ? കരട് കണ്ണനോട് അല്ല ആൾക്കാരുടെ കടല് എവിടെങ്കിലും ഉള്ളത്. പറഞ്ഞു ഇനി ഞാന് അല്ല ജനല് അതിന്റെ ജനല് എന്റെ കണ്ണിന് നേരെ വെച്ചപ്പോ എന്റെ കൈ ഒടിഞ്ഞേ. പറഞ്ഞോ മരം. അതേ മരം കണ്ടോ? മരം. ഇനി ഞാൻ കുറച്ചു നേരം വയ്ക്കട്ടോ. അതെ ഗൈസ്, ഞങ്ങളത് നമ്മൾ എവിടെ എത്തിയോ? തളിക്കുളം എത്തി. ചിഞ്ചും ഫാമിലി എല്ലാവരും ഗുരുവായൂർ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് അങ്ങോട്ട് പോകും. പിന്നെ നമ്മളെ ദിവ്യ ചേച്ചിയെ കാണും. പുഷ്പാഞ്ജലിയിലാണ് അച്ഛൻ റൂം എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോവും. അങ്ങോട്ട് പോവോ നമ്മള്? അലക്കിയിട്ടില്ല ചേട്ടാ. ഓക്കേ. മേടിച്ചപ്പോ അത് ശരി കേട്ടോ. ആ സ്ഥലത്ത് 103 അല്ലേ? ഓക്കെ. കണ്ണൻ കുട്ടിയാണോ? ഇത് കണ്ണൻ കുട്ടിയാണോ? എടത് കൂടെ വേണ്ട. ഈശ്വര വണ്ടി. തിരക്കണ്ടായത്. മൊട്ടക്കുട്ടി ആകെ മാറിയില്ലേ? എവിടെ മാമി? എവിടെ മാമി? എവിടെ? അയ്യോ, ഇതിന്റെ മുഖൊക്കെ അയ്യോ, ഇതിന് മുഖം ഒട്ടുമില്ല. നമ്മുടെ ഓരോടത്ത്
ഇതെന്റെ അമ്മമ്മേട്ടാ. ഇതെന്റെ ഞാന് അമ്മയ്ക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പയ്യെ വന്നതാ. അയ്യോ ഈ കുട്ടിയുടെ മുഖാണല്ലേ. അല്ല ഇപ്പൊ രാവിലെ ചോക്ലേറ്റ് കാഫി വേണ്ട നമുക്ക് പെയിന്റ് അല്ലേ ഉണ്ടല്ലേ. എനിക്ക് വേണം. കറക്റ്റപ്പൂ കുട്ടിയപ്പൂ. ഇതിനെ കുട്ടിയപ്പൂ എന്ന് വിളിക്കാം. കുട്ടിയപ്പൂ കുട്ടിയപ്പൂ. ഞങ്ങളിത് ചോറിനൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വേറെ റൂമിലേക്ക് പോവാണ്. കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താവും നോക്കാം. ഞങ്ങൾ കുറച്ച് പേരൊക്കെ തൊഴുതിട്ടാം. ചിമ്പിച്ചീച്ച് കൂടും പറ്റിയാണ്. ചേട്ടാ മോനെ ഒന്ന് പിടിക്കോ. ചേട്ടാ മോനെ ഒന്ന് പിടിക്കോ. എന്റെ വേണ്ട പപ്പട പപ്പടം അല്ല അല്ല ബിരിയാണി തിരിച്ചു കൊടുത്തത്. ചേട്ടാ സൈഡ് മതി. നല്ല സാമ്പാർ നല്ല അപ്പൂന് ബിരിയാണിയുടെ പകുതിയിലൊപ്പം തന്നു. അപ്പോ ഇങ്ങോട്ടേക്ക് പപ്പടം വേണം. വേണോ ചേട്ടാ ആ ഒരു ബാക്കി ഒരു പ്ലേറ്റ് കൊടുക്കണം. ആ അതിന്റെ ബാക്കി മുട്ടുകുത്തിയതാണ് അതിൻ്റെ എല്ലാ വിഗ്രഹത്തിനും ഇവിടെ നോക്കട്ടെ. ഇല്ല മറ്റേ നീലക്കണ്ണം തരാം. ചെറുത് ഈ വലുപ്പം ആ ബാക്കിൽ ആളടിപൊളി കേട്ടോ. നോക്കി
അച്ഛനെ നമ്മളെ കാണേണ്ട പോലെ ഉണ്ട് അല്ലേ അച്ഛടാ നീല അച്ചു ഇത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കാണാനാ ഐഷാഡൊക്കെ ഇട്ടിട്ടുണ്ട് ഈ കണ്ണൻ നോക്കട്ടെ ചെയ്യത് ആ അല്ല അതിന് മുഖത്തിന് വ്യത്യാസം ഉണ്ടാവും ഓരോ വിഗ്രഹത്തിനും എനിക്കിഷ്ടായില്ല നല്ല വ്യത്യാസണ്ടേ ഈ കണ്ണാണോ ഇതാണോ ആ ഈ കണ്ണ മതി ആ ഞാനിതാ നോക്കിയതേ ഇതിന് ഈ സാധനം ഞാൻ നോക്കട്ടെ 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 യെസ് ഓക്കെ ഇത് അപ്പുവേ കണ്ണാ എന്തൊക്കെ ഗിഫ്റ്റുകളില് അപ്പു നോക്കട്ടെ എന്ത് നോക്കട്ടെ സൂപ്പർ അയ്യടാ ഇന്നാന്ന് പാവം അപ്പുവിന്റെ കയ്യിലെന്താ ഇത് ഇതാർക്കാ കണ്ണന് ആ കണ്ണ കണ്ണനാ എന്റെ കോസ്റ്റ്യൂം മാമീനെടുക്ക് ചെമ്പ വാമി വാമി ഓടു വാമി ആ ഏ ഇല്ല ഞങ്ങളിവിടെ കയറി ഇവിടെ വരെ ജസ്റ്റ് ഒന്നുള്ളോ സൂപ്പർവൈസർ കറങ്ങുന്ന ഫസ്റ്റ് ആണോ അങ്ങനെ അമ്മ അങ്ങനെ 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 അയ്യോ ഡ്രസ് മാറ്റി ഞങ്ങള് വരുമ്പോ ഡ്രസ് ഇത്രയും പോണ്ടേ ഇങ്ങനെ മിറർ സ്ഥലത്ത് കിടക്കട്ടെ
കാലായി. Dad to be. Dad to be. അങ്ങനെ നമ്മളെ കണ്ണുണ്ട് ചോറൂണ് കഴിഞ്ഞു ഗൈസ്. അല്ലാതെ സൂപ്പർ. കുറെ കാശ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് 50 രൂപയാണ്. നോക്കി നോക്ക്. കമ്മലൊന്നുമില്ല. കമ്മലിന്റെ അപ്പൊ എന്നെ എപ്പോഴും എന്നെ ഓർക്കുമല്ലോന്ന് വെച്ചിട്ടാ. ചിഞ്ചു വന്നില്ലേ? ചിഞ്ചൊക്കെ എവിടെ? കണ്ണടമത്തടി. താട്ടം. എന്താ 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 പരിപാടി? എന്താ താമസിരിക്കണോ? ഇരുന്ന് ഇരിക്കി കാണട്ടെ. ഇരുന്ന് ഈ അപ്പൂനെ ടോയ് എടുത്ത് കളിക്കാനല്ലേ? നിന്റെ ടോയ് അപ്പൂന് കൊടുക്കില്ലല്ലോ നീ. ഞാൻ കാറെടുത്ത് കൊണ്ടുവരാം. ഗുരുവായൂർ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തൊരു സംഭവമാണ് ആനക്കോട്ടയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ആനക്കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. ഗുരുവായൂർ ഇച്ചിരി നേരം കൂടെ ഉള്ളൂ, ഒരു 5 മിനിറ്റ് പോലും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ആനക്കോട്ട വിശേഷങ്ങൾ കാണാം കേട്ടോ. ആക്ച്വലി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരു ഫാമിലി ട്രിപ്പ് അടിച്ച പോലെ ആയിട്ട്. മാമി ചിഞ്ചുവിനോട് കുറച്ച് ഇഷ്ടമല്ലേ ഉള്ളോ? മാമി കുറച്ച് നേരം കരഞ്ഞിട്ട് ഒരു ടോയ് കാണിച്ചപ്പോ മാമി കരച്ചിൽ നിർത്തി. വാ വെയിൽ കൊള്ളാൻ പോവാ.
ആനപ്പുളി. ഹായ് അപ്പു. ടിക്കറ്റ് ഒക്കെ എടുക്കണേ. അങ്ങോട്ട് നോക്കുമാണ് ഇങ്ങോട്ട് നോക്കുമാണ്. കുറേശ്ശെ അങ്ങനെയുള്ള കേട്ടാ, കുറുമ്പനാണ്. ഇങ്ങോട്ട് എടുക്കും. എവിടേക്കാ നിൽക്കുന്നത്? ഈ കല്ല് കണ്ടോ? ആ കല്ല് കണ്ടോ? ആ കല്ലിന് ഈ കല്ല് ചേച്ചി എന്നൊക്കെ അയ്യോ എന്തായാലും ജിമ്മന്റെ പതാക മാറി. അല്ല ഒരു ഉരുള കൊടുത്തു. അല്ല അയാൾ പ്രശ്നമാണ്. അതെടുത്ത് എറിയും തോന്നുന്നുണ്ട്. അല്ല അങ്ങോട്ട് എറിയാൻ പറയണേ, വൃത്തിയാക്കാൻ പറയണേ. കയ്യിലും കാലിലൊക്കെ ഉണ്ട്. ആ പേടിയും ചെയ്യാൻ അങ്ങോട്ട് മരുന്ന് കാണുക. അയ്യോടാ എന്ത് നീറ്റായിട്ട് എടുത്തല്ലേ. അറ്റത്ത് വെച്ചോ. അതാ ഒരാണിങ്ങോട്ട് വരുന്നു. നമ്മളെ ഇറക്കി ഇറങ്ങിയിട്ട് കണ്ണോ എന്തത്? ആന ആന ബോട്ടെടുക്കണ്ടാവും. കിട്ടിയ കാനനെ നോക്കട്ടെ. ഏതാന? ആ എന്താപ്പൂ? ഹലോ. അങ്ങനെ ആനക്കോട്ടെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. ആക്ച്വലി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വെയിലൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ പോയത് കേട്ടോ. പക്ഷെ നല്ല തണലായിരുന്നു, കാരണം ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം പറഞ്ഞു തരാം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ ആന അങ്ങനെ ആടുന്നതും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി. നല്ല അവരിങ്ങനെ കുറുമ്പ് ആണ് അങ്ങനെയൊക്കെ ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ ഒരു സെക്യൂരിറ്റി ആളുണ്ടായിരുന്നു, നോക്കുന്ന ആൾ. അപ്പോൾ ആളാണ് പറഞ്ഞത് ആക്ച്വലി അവർക്കൊരു ഡിഫക്റ്റാണ്, അവർക്ക് ഞരമ്പിന് എന്തൊരു അസുഖമായിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഉത്സവത്തിനും ഒന്നും എന്താ പറയുക, ആ ഒരു നെറ്റിപ്പട്ടം കെട്ടാനോ അങ്ങനെ ഒന്നും പറ്റില്ല. അപ്പോൾ അവർ ഒന്നിനും പറ്റാത്ത ആനകളായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ആനകൾ ആടുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയായി, ജിമ്പുവിൻ്റെ ഒക്കെ കുറേ റീലുകളൊക്കെ എടുത്തു. പക്ഷെ അതൊരു അവരുടെ അസുഖമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അത് കേട്ടപ്പോൾ ആക്ച്വലി ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ ഞങ്ങൾ ആനക്കോട്ടയിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി ഞങ്ങൾ 2 വണ്ടിയിലാണ് പോയത്. അമ്മയും ചിഞ്ചുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ വേറെ വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോവുകയാണ്, മീൻസ് വേഗം തന്നെ ഞങ്ങൾ ഇറങ്ങി. കാരണം
നേരത്തെ അല്ല ഒരുമിച്ച് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വേഗം സ്പീഡിൽ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം രാവിലെ നേരത്തെ പോകുന്നതല്ലേ, ഇനി അവിടെ എന്തൊക്കെയാണ് ഷിബേച്ചി ഒറ്റയ്ക്കാണ് ഒക്കെ ക്ലീനാക്കിയും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റ് ചെയ്യേണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാണ്ട് പോണ വഴിക്ക്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അത്രയാണ് കാണാനുള്ളത്. ഇനിയിപ്പം ഇത് കുറച്ച് വലിയ വീഡിയോ, ഒരു 3 മണിക്കൂർ ഉണ്ടായിരുന്നു ശരിക്കും റിയൽ ഫുട്ടേജ് കേട്ടോ. അപ്പം ഞാനത് മുഴുവൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിരിക്കും. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് കണ്ണൻ ബേബിയുടെ ബർത്ത്ഡേ അല്ല, അപ്പോൾ ഞങ്ങളൊരു കുറച്ചൊരു ബോട്ടിങ്ങും കൂടെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് കട്ട് ചെയ്യാനൊരു ഭയങ്കര വിഷമം. അപ്പം ഞാൻ കാണുന്ന നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം കേട്ടോ. തൃപ്രയാറ് നമ്മൾ സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നേക്ക്, അതായത് നാട്ടിക എത്തുന്ന അവിടെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ, ചായ് കഫേ എന്ന് പറഞ്ഞിട്ട്. നല്ല സ്നാക്സുകളാണ്, നല്ല ചിപ്സുകൾ ഐറ്റംസൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മിക്കതും ആ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് എടുക്കാറുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തൃപ്രയാർ അമ്പലത്തിനടുത്തുണ്ട് ഇതുപോലെ ഒരു ചിപ്സിൻ്റെ ഒരു ഷോപ്പ് കേട്ടോ. അപ്പോൾ അവിടെയും ആക്ച്വലി നല്ലതാണ്. പക്ഷേ എനിക്ക് ശരിക്കും ഇത് പറയുവാണെങ്കിൽ ചിപ്സിൻ്റെയൊക്കെ ഒരു റിയൽ ടേസ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ നമ്മളെ വീടിൻ്റെ അവിടെയാണ് ഏറ്റവും റിയൽ ടേസ്റ്റ്. ഇവിടെ നിന്ന് എനിക്ക് അത്രയ്ക്കൊരു തോന്നില്ല. പക്ഷേ എങ്കിലും തൃപ്രയാർ അത്യാവശ്യം ഒരു ബെറ്റർ ഐറ്റംസ് കിട്ടുന്നത് ഈ ചായ് കഫേയിലാണ് കേട്ടോ. ചായ് ക്ലബ്ബെന്നോ ചായ് കഫേ അങ്ങനെ എന്താണ്, നാട്ടികയിൽ പോകുന്ന വഴി നാട്ടികയാണ്, റൈറ്റ് സൈഡിലാണ് കേട്ടോ. ഒരു കുഞ്ഞു ഷോപ്പാണ്, പക്ഷേ അടിപൊളി കളക്ഷൻസൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നാളെ ഞാനൊരു ഫുൾ വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം ഒരു ദിവസം തന്നെ ഒരു 3-4 വീഡിയോ ഇടണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ നിങ്ങൾക്ക് കണ്ട് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ചോറുകൊണ്ട് ബാക്കി വ്ളോഗ് നാളെ ഇടാം കേട്ടോ. ചോറുകൊണ്ട് എല്ലാം കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കേക്ക് കട്ടിങ് അതുപോലെ ബോട്ടിങ്ങിനൊക്കെ പോകുന്നതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതോടുകൂടെ എൻ്റെ എടുത്തു വെച്ച ഫുട്ടേജ് എല്ലാം കഴിഞ്ഞു. ഇനി ഒരു റീസ്റ്റാർട്ട് പോലെ മൺഡേ തൊട്ട് ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ കണ്ട് എല്ലാവർക്കും എന്താ പറയുക, ഇത്ര ഫുള്ള് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.